കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP BCom സെക്കൻഡ് സെമസ്റ്റർ മേജർ സബ്ജക്റ്റായ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഡിഫറൻസ് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും അതേപോലെ നെറ്റ്വർത്ത് മെത്തേഡ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂള് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്നാണ്. ഇപ്പം ഈ പ്രോബ്ലത്തിൽ നോക്കിയാൽ ഇവിടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡ്രോയിങ്സ് ഉണ്ട്, ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബാഡ് ഡെറ്റും ഉണ്ട്. സോ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നോക്കാം. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺഡ്രി ഡെറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഓപ്പണിംഗ് ബാലൻസസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ ലയബിലിറ്റി സൈഡിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാലൻസിങ് ഫിഗറായിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,53,200. ദെൻ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അസറ്റ് സൈഡിൽ അസറ്റ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് എഴുതിയിട്ടുണ്ട്. ദെൻ ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസസ്. ദെൻ ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗറായിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ 1,86,850 രൂപ കിട്ടിയിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കൺസിഡർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമാറ്റ് നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു, അപ്പം അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക, ഇൻകം കൂട്ടുക, അപ്പം നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഇതിൽ നിന്ന് അപ്രോപ്രിയേഷൻസ് കുറയ്ക്കണം, അതായത് പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് ഇൻകംസ് എന്ത് ചെയ്യണം, ബിസിനസ്സിൻ്റെ ഹിഡൻ ഇൻകം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, ഹിഡൻ എക്സ്പെൻസിനെ ലെസ് ചെയ്യണം. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പം ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പെർ മന്ത് 2,000 ആണ്. സോ ഇയറിലേക്ക് ഇൻറ്റു 12 24,000 എത്തിയിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു, അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പം ഇവിടെ ആവറേജ് ബേസിസിലാണ് കുറച്ചിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ 80,000 1,00,000 കൂടി കൂട്ടി 1,80,000 പകുതി കണ്ട് അതിൻ്റെ 10% 9,000 പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഫർണിച്ചറിൽ ഉള്ളതും പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ളതും ലെസ് ചെയ്ത്, ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്ത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ലെസ് ചെയ്യാം. ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 780 എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ സൺഡ്രി ഡെറ്റേഴ്സ് 40,000 ആണ്. അതിൽ നിന്ന് 1,000 ബാഡ് ഡെപ്റ്റ് കുറച്ചപ്പം 3,39,000 ആണ്. അതിൻ്റെ 2% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 780 വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ എക്സ്പെൻസസ് ഒക്കെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചപ്പം നമുക്ക് എന്താണ് നെറ്റ് പ്രോഫിറ്റ് 45,495 രൂപ കിട്ടി. ഇനി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അഡീഷണൽ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസുമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് താഴെ കൊടുത്താൽ മതി. ദെൻ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കൊണ്ടുവരേണ്ടത്. ഓപ്പണിങ്ങിലും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും നമ്മൾ എടുക്കുന്നില്ല, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലാണ് അത് എടുക്കുന്നത്. ഇത് സിമിലർ ടു ബാലൻസ് ഷീറ്റാണ്. ഇവിടെ നമ്മൾ ക്ലോസിംഗ് ബാലൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസറ്റ് സൈഡിൽ അസറ്റായ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. ദെൻ സൺഡ്രി ഡെറ്റേഴ്സിൽ നമ്മൾ 40,000, അതിൽ ബാഡ് ഡെറ്റ് ആയിട്ട് 1,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ അത് ലെസ് ചെയ്യുമ്പോൾ 39,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച 780 കുറച്ച 38,220 കിട്ടുന്നു. അത് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000 എടുക്കുന്നു, അതിൻ്റെ ഡിപ്രീസിയേഷൻ 9,000 കുറച്ച് 91,000. പിന്നെ അതേപോലെ ഫർണിച്ചറും അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് 23,625 കിട്ടുന്നത്.
ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുമ്പം സൺട്രി ക്രെഡിറ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. നോർമലി പോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. ദെൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയ 45,495 കൂട്ടി ദെൻ അതിൽ നിന്ന് അവർ പിൻവലിച്ച ഡ്രോയിങ്സ്, അതായത് പെർ മന്ത് 2,000, 12 മാസത്തിന് 24,000 കുറച്ച് കഴിഞ്ഞാൽ 1,74,695 രൂപ. സപ്പോസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കതിനെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് എടുക്കാം. അതിൽ ഓപ്പണിംഗ് ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. ക്ലോസിംഗ് ബാലൻസും ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റിലും അതില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ്മെൻറ്റിൽ അതുണ്ടെങ്കിൽ ദെൻ നമ്മളത് എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിക്കണം. അപ്പം ഏതാ എമൗണ്ട് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസിൽ കൊടുത്തുള്ള എമൗണ്ട് വെച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിക്കണം.